വീണ്ടും ബന്ധു നിയമനം. കോൺഗ്രസ് നേതാവും എംപിയുമായ ഹൈബി ഈഡന്റെ ഭാര്യയെ തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാനാണ് നീക്കം നടക്കുന്നത്. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളായ അഭിഭാഷകരെ തള്ളിയാണ് പുതിയ നീക്കം നടക്കുന്നത്. നിലവിലെ 25-അംഗ പാനൽ 29 വിപുലീകരിച്ചാണ് അഡ്വക്കേറ്റ് അന്ന ലിൻഡ ഈഡനെ നിയമിക്കുന്നത്. അജണ്ടയുടെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് PS ആണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. സാരംഗ്, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ബന്ധു നിയമനങ്ങൾ. ആദ്യം മന്ത്രി സണ്ണി ജോസഫ് ആയിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. പിന്നാലെ ഇന്നലെ ടി സിദ്ദിഖ് ഭാര്യയുടെ ബിസിനസ് പങ്കാളിയെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള നീക്കം നടത്തി. ഇതിന് പിന്നാലെയാണ് ഇതിപ്പോൾ MP-യുടെ ഭാര്യയ്ക്ക് വഴിവിട്ട് നിയമനം. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, തൃശൂർ കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ പല രീതിയിലുള്ള അനധികൃത നിയമനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവും MP-യുമായ ഹൈബി ഈഡന്റെ ഭാര്യ അഡ്വക്കേറ്റ് ആയിട്ടുള്ള അന്ന ലിൻഡയെ ഇത്തരത്തിൽ തൃശൂർ കോർപ്പറേഷനിലെ നിയമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ വലിയ രീതിയിൽ ചെറുക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ, അതായത് ഇടതുപക്ഷ കൗൺസിലർമാരുടെ തീരുമാനം. 25-അംഗ പാനലാണ് ഉണ്ടായിരുന്നത്. ഈ 25 പാനൽ എന്നുള്ളത് 29 ആക്കിയാണ് ഈ പുനർനിയമനം നടക്കുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്കാണ് ഇത്തരത്തിൽ നിയമനം നടത്താനുള്ള ഒരു നീക്കം ഈ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് 25 അംഗങ്ങളുള്ള പാനൽ ഇത്തരത്തിൽ കോർപ്പറേഷൻ നിയമിച്ചത്. എന്നാൽ ആ പാനൽ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒരു പുതിയ പാനൽ 29 പാനൽ രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലേക്ക് അഡ്വക്കേറ്റ് അന്ന ലിൻഡ ഈഡനെ നിയമിക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണം, അതായത് കോൺഗ്രസിൻ്റെ തന്നെ അഭിഭാഷകരെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടപ്പിലാക്കുന്നതെന്നാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ DCC അംഗങ്ങളുടെ നേതൃത്വത്തിൽ പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടക്കുന്നത് എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇനി വരുന്ന ഈ കോർപ്പറേഷൻ യോഗത്തിൽ ഈ അജണ്ട പാസ്സാക്കാനാണ് തീരുമാനം. അജണ്ട നമ്പർ 39 ആയിട്ടാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് അന്നയുടെ നിയമനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പകർപ്പിൻ്റെ കോപ്പി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷ കൗൺസിലർമാരുടെ തീരുമാനം. കോൺഗ്രസ് വന്നതിന് ശേഷം ഇപ്പോൾ തുടരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നിയമനങ്ങളാണ്. ഹൈക്കോടതിയിലേക്കാണ് ഇത്തരത്തിൽ ഹൈബി ഈഡന്റെ ഭാര്യയായിട്ടുള്ള അന്നയെ നിയമിക്കുന്നത്. 25-അംഗ പാനലിനെ അത് അത് മാറ്റിക്കൊണ്ട് 29 അംഗങ്ങളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പാനൽ വിപുലീകരിച്ചാണ് ഈ ഒരു അനധികൃതമായിട്ടുള്ള നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോഴ വാങ്ങിക്കൊണ്ടാണ് DCC അംഗങ്ങളുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം ഈ പണം വാങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം എന്നുള്ള ആരോപണം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നാളെയായിരുന്നു ഇത്തരത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ യോഗം ചേരാനിരുന്നത്. പക്ഷേ മേയർ സ്ഥലത്തില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ആ യോഗം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നാളെ നടക്കാനിരുന്ന യോഗത്തിൽ ഈ അജണ്ട പ്രമേയത്തെ ശക്തമായി പ്രതിരോധിക്കാനായിരുന്നു ഇടതുപക്ഷ കൗൺസിലർമാരുടെ നീക്കം. എന്നാൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം ഇത്തരത്തിൽ മേയറുടെ അറിവോടെ ഈ യോഗം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. അക്ഷയ്.